Hello, hi, welcome you all. Design and Analysis of Algorithms വീഡിയോ സെക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതംസ് എന്നാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ സ്വാഭാവികമായും ഇതിലും അൽഗോരിതംസ് ഉണ്ട്. അൽഗോരിതംസ് ഡിസൈൻ ചെയ്യപ്പെടണം, അതിനെ അനലൈസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്യും മുമ്പ് എന്താണ് അൽഗോരിതം എന്ന് നമ്മൾ ആദ്യം അറിയണം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റോൾ ഓഫ് അൽഗോരിതംസ് ഇൻ കമ്പ്യൂട്ടിംഗ്. കമ്പ്യൂട്ടേഷൻ്റെ ലോകത്ത് അൽഗോരിതംസിൻ്റെ പ്രാധാന്യം എന്ത് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് അൽഗോരിതം എന്താണ് എന്ന് നോക്കാം. അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. കുറേ ഇൻസ്ട്രക്ഷൻസിൻ്റെ സീക്വൻസ് ആണ്. വെൻ ദീസ് ഇൻസ്ട്രക്ഷൻസ് ആർ ഗെറ്റിംഗ് എക്സിക്യൂട്ടഡ് വൺ ബൈ വൺ ഇൻ ദ ഓർഡറിൽ ഈ എഴുതപ്പെട്ട ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വാട്ട് വി വിൽ ഗെറ്റ്, ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ കുറേ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഈ ഇൻസ്ട്രക്ഷൻസ് ഒരു പ്രത്യേക ഓർഡറിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ആ ഓർഡറിൽ ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നു. അപ്പം ഏത് മാർഗത്തിലൂടെയാണ് സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടത് എന്ന ലോജിക്കിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുന്ന ആ ഒരു പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് അൽഗോരിതം. അങ്ങനെയെങ്കിൽ ഏത് അൽഗോരിതമാണ് ഏറ്റവും നല്ലത്, വിച്ച് അൽഗോരിതം ഇസ് ദ ബെസ്റ്റ് അൽഗോരിതം, എങ്ങനെ നമ്മൾ തിരിച്ചറിയും? അതിന് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇപ്പം അൽഗോരിതം എന്ന് പറയുമ്പോൾ പല തരത്തിലെ അൽഗോരിതങ്ങളാണ്. അപ്പോൾ അതിലെ ഏറ്റവും നല്ല അൽഗോരിതത്തിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ലാർജർ ഇൻപുട്ട്സ് അല്ലെങ്കിൽ ഹയർ ഓർഡർ ഇൻപുട്ടുകൾ കൊടുത്താലും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന അൽഗോരിതംസ് ആയിരിക്കണം ഏറ്റവും നല്ല അൽഗോരിതം. അപ്പോൾ ചെറിയ ഇൻപുട്ടുകൾക്ക് മാത്രമല്ല, വലിയ വലിയ ഇൻപുട്ടുകൾ കൊടുക്കുമ്പോൾ ഹയർ ഓർഡർ ഇൻപുട്ട്സ് കൊടുത്താലും നല്ല സ്മൂത്തായിട്ട് എഫിഷ്യൻ്റായി വർക്ക് ചെയ്യാൻ കഴിവുള്ള അൽഗോരിതമാണ് ഏറ്റവും നല്ല അൽഗോരിതം. നെക്സ്റ്റ് പോയിൻ്റ് ആണ് റെസ്ട്രിക്ഷൻസ് ഓർ കൺസ്ട്രെയിൻസ് ഓൺ ദ വാല്യൂ. അതായത് ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം എടുക്കാം. ടൈം ടേബിൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നൊരു പ്രോബ്ലം നമുക്ക് കൺസിഡർ ചെയ്യാം. ടൈം ടേബിൾ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ 2 ക്ലാസ്സുകൾക്ക് വേണ്ടി നമുക്കൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. അപ്പം എന്തൊക്കെ കണ്ടീഷൻസാണ് അല്ലെങ്കിൽ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആയിരിക്കണം നമുക്ക് തന്നിട്ടുണ്ടാവുക? ഡെഫിനറ്റ്ലി വീക്ക്ലി ടൈം ടേബിളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ 5 ഡേയ്സിൻ്റെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. നമ്പർ ഓഫ് ഡേയ്സ് 5 ആണെന്ന് ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 5 ദിവസത്തേക്കാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സെക്കൻഡ് തിങ്, ഒരു ദിവസം 5 മണിക്കൂറുണ്ട്. അപ്പോൾ ഓരോ ദിവസവും 5 hours വീതം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഡെയിലി 5 hours വെച്ചിട്ട് 5 ഡേയ്സിലേക്കാണ് നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. 2 ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓരോ ക്ലാസ്സിനും 5 സബ്ജക്ട്സ് വീതമുണ്ട്. അങ്ങനെയെങ്കിൽ മൊത്തം 10 സബ്ജക്ട്സ് ആയി. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ്, നമ്പർ ഓഫ് അവേഴ്സ്, പിന്നെ നമ്പർ ഓഫ് സബ്ജക്ട്സ് ആൻഡ് നമ്പർ ഓഫ് ക്ലാസ്സസ് ഇത്രയും തന്നു. പ്ലസ് മൊത്തം 5 സ്റ്റാഫേ ഉള്ളൂ, 5 ടീച്ചേഴ്സേ ഉള്ളൂ. അപ്പോൾ ഏത് ടീച്ചറിന് ഏത് സബ്ജക്റ്റ് ഏത് ക്ലാസ്സിൽ ഏത് അവർ ഏത് ദിവസം അസൈൻ ചെയ്യും, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്ലാഷുകൾ വരാൻ പാടില്ല. ഒരേ സമയം ഒരേ ടീച്ചർ 2 ക്ലാസ്സിൽ വരാൻ പാടില്ല. മനസ്സിലായോ? അതേപോലെ ഒരേ സമയം 2 ടീച്ചേഴ്സ് ഒരേ ക്ലാസ്സിൽ വരാനും പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കിട്ടുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ നടത്തിയെടുക്കുകയും വേണം. എന്നാൽ അതിൽ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെയാണ് റെസ്ട്രിക്ഷൻസ് ഓർ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ എൻ ക്വീൻസ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം എടുക്കാം. എൻ ക്വീൻസ് എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ നമ്മളൊരു ചെസ് ബോർഡിൽ ക്വീനുകളെ അറേഞ്ച് ചെയ്യണം. എങ്ങനെ അറേഞ്ച് ചെയ്യണം? 8 ക്വീനുകളാണ് ഉള്ളതെങ്കിൽ 8 ക്വീനുകളെ നമ്മൾ ബോർഡിൽ അറേഞ്ച് ചെയ്യുകയും വേണം. ഒരു കാരണവശാലും ഒരേ റോയിലോ ഒരേ കോളത്തിലോ ഒരേ ഡയഗണലിലോ ഒന്നിലധികം ക്വീനുകൾ വരാൻ പാടില്ല. ഓക്കെ, അപ്പം ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. എന്താണ് പ്രോബ്ലം? അറേഞ്ച്മെൻറ്റ് ഓഫ് ക്വീൻസ്. അതാണ് നമ്മുടെ പ്രോബ്ലം. ശരി, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്വീനുകളെ അറേഞ്ച് ചെയ്യാം. പക്ഷേ കണ്ടീഷൻ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എന്താണ്? ഒരേ റോയിലോ ഒരേ ഡയഗണലിലോ ഒരേ കോളത്തിലോ ഒന്നിലധികം ക്വീനുകൾ വരാൻ പാടില്ല. അപ്പോൾ അതാണ് നമുക്ക് തന്നിരിക്കുന്ന റെസ്ട്രിക്ഷൻ.
ഓക്കെ. അതേപോലെ ഫസ്റ്റ് പ്രോബ്ലം ടൈം ടേബിളിനകത്ത് എന്തായിരുന്നു റെസ്ട്രിക്ഷൻ പറഞ്ഞിരുന്നത്? നമുക്ക് എത്ര ക്ലാസ് ഉണ്ട്, എത്ര ടീച്ചറുണ്ട്, എത്ര സബ്ജക്റ്റ് ഉണ്ട്, എത്ര ദിവസം, എത്ര മണിക്കൂർ, ഇതൊക്കെ നമുക്കറിയാം. അതൊക്കെ ഓക്കെ. പക്ഷേ നിങ്ങൾ എങ്ങനെ വേണേലും, ഏത് സ്റ്റാഫിന് വേണേലും, ഏത് സബ്ജക്റ്റ് വേണേലും കൊടുത്തുകൊള്ളുക, അതിലൊന്നും ഒരു വിഷയമില്ല. എങ്ങനെ അറേഞ്ച് ചെയ്താലും ഒരേ ക്ലാസ്സിൽ ഒരേ സമയം ഒന്നിലധികം ടീച്ചേഴ്സ് വരാനും പാടില്ല. അതേപോലെ ഒരേ ടീച്ചർ ഒരേ സമയം ഒന്നിലധികം ക്ലാസ്സുകളിൽ അസൈൻ ചെയ്യാനും പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് റെസ്ട്രിക്ഷൻസ് കൊടുത്താലും, എന്ത് കൺസ്ട്രെയിൻസ് കൊടുത്താലും അതിനെയൊക്കെ വളരെ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള അൽഗോരിതമായിരിക്കണം ഏറ്റവും എഫിഷ്യൻ്റ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ ഓർഡർ ഇൻപുട്ടുകളെ മാനേജ് ചെയ്യാൻ കഴിവുള്ളതും റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള അൽഗോരിതവുമാണ് ഏറ്റവും നല്ല അൽഗോരിതം. പിന്നെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെയും സ്റ്റോറേജ് ഡിവൈസിനെയും ആശ്രയിക്കാത്ത, അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിലാണെങ്കിലും ഏത് സ്റ്റോറേജ് ഡിവൈസിലാണെങ്കിലും എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യാൻ പറ്റുന്ന അൽഗോരിതമായിരിക്കണം. എന്ന് വെച്ചാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ഡിവൈസ്, ഇതൊന്നും പ്രശ്നമാക്കല്ല. ഏത് സ്റ്റോറേജ് ഡിവൈസ് ആണെങ്കിലും ഏത് ആർക്കിടെക്ചർ ആണെങ്കിലും എഫിഷ്യൻ്റായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാനും പറ്റണം, ഡേറ്റ റിട്രീവ് ചെയ്യാനും പറ്റണം, സെർച്ച് ചെയ്യാനും പറ്റണം. എന്ത് ഓപ്പറേഷൻ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാലും അത് എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ സാധിക്കണം. ഈ പറയുന്ന കമ്പ്യൂട്ടർ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസിൻ്റെ ടൈപ്പോ ഒന്നും തന്നെ ഒരു പ്രശ്നമായി മാറരുത്. അപ്പോൾ ഇതൊന്നും വകവെക്കാതെ സ്മൂത്തായി റൺ ചെയ്യുന്ന അൽഗോരിതം നല്ല അൽഗോരിതമാണെന്ന് പറയാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, അൽഗോരിതത്തിൻ്റെ കറക്റ്റ്നെസ് ഒരു ഘടകമാണ്. അതായത് എന്ത് ഇൻപുട്ട് കൊടുത്താലും എപ്പോൾ കൊടുത്താലും കിട്ടുന്ന ഔട്ട്പുട്ട് കറക്റ്റ് ഔട്ട്പുട്ടായിരിക്കണം. എങ്കിൽ നമുക്ക് പറയാം ഈ അൽഗോരിതം ഒരു എഫിഷ്യൻ്റ് അൽഗോരിതമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഹയർ ഓർഡർ ഇൻപുട്ടുകളെ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ളതായിരിക്കണം, റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസിനെ മാനേജ് ചെയ്യാൻ കഴിവുള്ള കഴിവുള്ള അൽഗോരിതമായിരിക്കണം. ഇനി ഏത് സ്റ്റോറേജ് ഡിവൈസ് ആയാലും ഏത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആയാലും ഇതൊന്നും പ്രശ്നമാക്കാതെ എല്ലാത്തിലും എഫിഷ്യൻ്റ്ലി റൺ ചെയ്യാൻ പറ്റുന്ന അൽഗോരിതമായിരിക്കണം. പിന്നെ എപ്പോൾ റൺ ചെയ്താലും കറക്റ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അൽഗോരിതവും ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ടു ഡിസൈഡ് വെദർ an algorithm is an efficient algorithm or not. അടുത്ത അൽഗോരിതത്തിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം എന്ന സബ്ജക്റ്റിൽ വ്യത്യസ്തമായ പ്രോബ്ലംസിനെ സ്റ്റഡി ചെയ്യും. ഓരോ പ്രോബ്ലംസിന് ഓരോ ടൈപ്പ് ഓഫ് അൽഗോരിതംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അൽഗോരിതംസ് ഒക്കെ റിയൽ ലൈഫിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ അൽഗോരിതം പഠിക്കേണ്ട ആവശ്യം, എന്തിനാണ് നമ്മൾ ഈ അൽഗോരിതം പഠിക്കുന്നത്? കുറേ ഫിബനോസി കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനോ ഇതിനാണോ അൽഗോരിതം കണ്ടുപിടിക്കുന്നത്? അല്ല. ഇത് മാത്രമല്ല, റിയൽ ലൈഫിലും ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ് ഈ പറയുന്ന അൽഗോരിതംസിനുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ്? അതിൽ ആദ്യം വരുന്നത് ഇൻ്റർനെറ്റ് സെർച്ചാണ്. ഇൻ്റർനെറ്റ് സെർച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മൾ കറണ്ട് പാൻഡമിക് സിറ്റുവേഷൻ നമുക്കെടുക്കാം. ഈ കറണ്ട് പാൻഡമിക് സിറ്റുവേഷനിൽ ഇപ്പം എല്ലാവരും കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയാണ് സ്വന്തം ഡീറ്റെയിൽസ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഷെഡ്യൂൾ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അവരവരുടെ ഡീറ്റെയിൽസ് ഈ പറയുന്ന കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഹോൾ ഇന്ത്യയിൽ, ഇപ്പോൾ കോവിൻ പോർട്ടൽ ഹോൾ ഇന്ത്യയിലുള്ള ഏത് സ്റ്റേറ്റിലെ, ഏത് ഡിസ്ട്രിക്റ്റിലെ, ഏത് ഗ്രാമത്തിലെ ആൾക്ക് വേണമെങ്കിലും ഇതിനകത്ത് സ്വന്തം ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ഇന്ത്യയിലെ എൻറ്റയർ പോപ്പുലേഷൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഈ കോവിൻ പോർട്ടലിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു അൽഗോരിതം എന്ന് പറയുന്നത് ഹ്യൂജ് വോളിയം ഓഫ് ഡേറ്റയെ മാനേജ് ചെയ്യാൻ കഴിവുള്ള അൽഗോരിതമായിരുന്നു. എത്ര ഹൈ വോളിയം ഓഫ് ഡേറ്റ വന്നാലും അതിനെ എഫിഷ്യൻ്റ്ലി ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? അപ്പോൾ ഇത്രേ പറ്റൂ, അതിനപ്പുറത്തേക്ക് ഡേറ്റ വന്നാൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സ്പേസ് ഇല്ല. അങ്ങനെ പറയരുത്. എത്ര ഹ്യൂജ് വോളിയം ഓഫ് ഡേറ്റ വന്നാലും അതിനെ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഡെഫിനിറ്റ്ലി ഹ്യൂജ് വോളിയം ഓഫ് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യപ്പെട്ടാൽ
പിന്നീട് ആരെങ്കിലും വന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ എടുക്കാനും പറ്റണം. സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കുറേ പ്രിഫറൻസസ് കൊടുത്തു. അതായത് എൻ്റെ സ്റ്റേറ്റ് ഇതാണ്, എൻ്റെ ഡിസ്ട്രിക്റ്റ് ഇതാണ്, എൻ്റെ പിൻകോഡ് ഇതാണ്. ഈ പറയുന്ന പിൻകോഡിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സെൻറ്ററിൽ മെഡിസിൻ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് ഞാൻ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടൈം ലോഗിൻ ചെയ്ത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്യണം? എൻ്റെ നിയർ ബൈ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ ഈ പറയുന്ന മെഡിസിൻ അവൈലബിലിറ്റി ഉണ്ടോ എന്നെനിക്കറിയണം. ഞാൻ സെർച്ച് ചെയ്യുവാണ്. അപ്പോൾ ഓരോ തവണയും ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് ആക്യുറേറ്റ് റിസൾട്ട്സ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതേപോലെ എന്നെ പോലെ തന്നെ എവിടൊക്കെ ഇരുന്ന് ആരൊക്കെ സെർച്ച് ചെയ്യുന്നോ അവർക്കൊക്കെ അവരവരുടെ സെർച്ചിനനുസരിച്ചുള്ളൊരു റിസൾട്ടാണ് വേണ്ടത്. ഞാൻ ചിലപ്പോൾ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള അവൈലബിലിറ്റി ആയിരിക്കും നോക്കുന്നത്, സ്ലോട്ട് അവൈലബിലിറ്റി ആയിരിക്കും നോക്കുന്നത്. മറ്റൊരാൾ ചിലപ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ആയിരിക്കും നോക്കുന്നത്. വേറൊരാൾ നോക്കുന്നത് ഡിസ്ട്രിക്റ്റ് വൈസ് ആയിരിക്കണം എന്നില്ല, അവർ പിൻകോഡ് വെച്ചിട്ടായിരിക്കും സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും സെർച്ച് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. അവരവർ സെർച്ച് ചെയ്യുന്നതിനനുസരിച്ചുള്ള റിസൾട്ടാണ് അവരവർക്ക് കിട്ടേണ്ടത്. അപ്പോൾ സെർച്ചിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർനെറ്റ് സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എഫിഷ്യൻ്റ് അൽഗോരിതംസ് ആവശ്യമാണ്. എന്തിന്? ആര് സെർച്ച് ചെയ്താലും എപ്പോൾ സെർച്ച് ചെയ്താലും എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ളൊരു റിസൾട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ സൈറ്റിൽ കയറി നമ്മൾ ലോഗിൻ ചെയ്ത് ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേര് പറയുകയാണ്, പക്ഷെ അത് വെറുതെ ഇങ്ങനെ ബഫർ ചെയ്ത് നിൽക്കുക, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല. നമുക്ക് ദേഷ്യം വരില്ലേ? അങ്ങനെ വരാൻ പാടില്ല. എഫിഷ്യൻ്റ് അൽഗോരിതം ആണെങ്കിൽ വിതിൻ സെക്കൻഡ്സ് നമുക്കൊരു റിസൾട്ട് കിട്ടിയിരിക്കണം. അപ്പോൾ ഇൻ്റർനെറ്റിലെ സെർച്ച് ഓപ്പറേഷൻസിന് വേണ്ടി നമുക്ക് എഫിഷ്യൻ്റ് അൽഗോരിതംസ് ആവശ്യമാണ്. 2. ഹ്യൂജ് വോളിയം ഓഫ് ഡേറ്റയെ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യാനും എഫിഷ്യൻ്റ് അൽഗോരിതം ആവശ്യമാണ്. എന്താ കാര്യം? പല സ്ഥലത്തിരുന്ന് പലരാണ് ഡേറ്റ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എൻ്റർ ചെയ്യുന്ന ഡേറ്റകളെല്ലാം കളക്ട് ചെയ്ത് അത് കറക്റ്റ് ഓർഡറിൽ ഡേറ്റാബേസിൽ പോയി സ്റ്റോർ ആവണം. അതിന് നമുക്കൊരു എഫിഷ്യൻ്റ് അൽഗോരിതം ആവശ്യമാണ്. ഒരാളിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഡേറ്റ കറക്റ്റ് ട്രാക്കിൽ നമ്മൾ അനലൈസ് ചെയ്ത് അതിനെ സ്റ്റോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് ഇൻകറക്റ്റ് ഡേറ്റ ആയിരിക്കും റിട്രീവ് ആവുക. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഒരേ സമയം പലയിടത്തിരുന്ന് പല വ്യക്തികൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ കറക്റ്റായിട്ട് പോയി ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനും എഫിഷ്യൻ്റ് അൽഗോരിതംസ് ആവശ്യമാണ്. ഇനി ഇത് മാത്രമല്ല, ഇൻ്റർനെറ്റ് സെർച്ചിനും ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യാനും മാത്രമല്ല അൽഗോരിതംസ് ആവശ്യം. പിന്നെയോ ഡേറ്റ അനലൈസ് ചെയ്യാനും അൽഗോരിതംസ് ആവശ്യമാണ്. ഡേറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ കോവിൻ പോർട്ടലിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരുപാട് പേര് വന്ന് അവരവരുടെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്ത് മെഡിസിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ സ്ലോട്ട് അവൈലബിലിറ്റി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ചിലർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ അതിൽ തെറ്റായ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യപ്പെടാം. തെറ്റായ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളോട് ആവശ്യപ്പെട്ടു നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. അപ്പം എന്തായാലും എല്ലാവരും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ID പ്രൂഫിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തേ മതിയാകും. ചിലർ ആധാർ നമ്പർ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്, ചിലർ മറ്റേതെങ്കിലും ഒരു ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു ID പ്രൂഫ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അവർ സെലക്ട് ചെയ്ത ID പ്രൂഫിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് സപ്പോസ് നമ്മൾ ഇൻകറക്റ്റ് ഡേറ്റയാണ് എൻ്റർ ചെയ്യുന്നത്. നമുക്ക് ആധാർ കാർഡ് തന്നെ എടുക്കാം. അതിൽ കുറേ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പർ ഞാൻ തെറ്റായ ഓർഡറിൽ എൻ്റർ ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ, എന്തെങ്കിലും ഒരു നമ്പർ എൻ്റർ ചെയ്യാം, കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തെറ്റായ ഒരു നമ്പർ എൻ്റർ ചെയ്തു. അപ്പോൾ അറിഞ്ഞുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് റോങ് വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പക്ഷേ കറക്റ്റായി എൻ്റർ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ എൻ്റർ ചെയ്യുന്നു, പക്ഷേ ബൈ മിസ്റ്റേക്ക് ഒരു ഡിജിറ്റ് മാറിപ്പോകാം. അപ്പോൾ അൺനോയിങ്ലി അല്ലെങ്കിൽ നോയിങ്ലി ഒരു തെറ്റ് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ നല്ലൊരു അൽഗോരിതം ആണെങ്കിൽ അവരെനിക്ക് ആ സോഫ്റ്റ്വെയറിൽ നിന്ന് തിരിച്ചെനിക്കൊരു റിപ്ലൈ കിട്ടും, വാട്ട് യു ഹാവ് എൻറ്റേർഡ് ഈസ് റോങ്, ദിസ് ഇസ് നോട്ട് എ വാലിഡ് ആധാർ നമ്പർ. അപ്പോൾ അതെന്തുകൊണ്ട് തരുന്നു? അതൊരു എഫിഷ്യൻ്റ് അൽഗോരിതം ആയതുകൊണ്ട് നമ്മുടെ ഡേറ്റ, നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റയെ ഉടൻ ഒറിജിനൽ ആധാർ നമ്പറിൻ്റെ ഡേറ്റാബേസുമായി കമ്പയർ ചെയ്തപ്പോൾ ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് ആക്ച്വൽ ഡീറ്റെയിലുമായി മാച്ച് ആകുന്നില്ല, ഈ പേരിലുള്ള വ്യക്തിക്ക് ഈ ഒരു ആധാർ നമ്പർ അല്ല ഉള്ളത് എന്ന് സിസ്റ്റം കണ്ടെത്തി. ഒരു പക്ഷേ അവിടെ നല്ലൊരു അൽഗോരിതം അല്ലായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് നമ്പർ എൻ്റർ ചെയ്താലും അത് അവരുടെ ഡേറ്റാബേസിൽ പോയി സ്റ്റോർ ചെയ്തേനെ. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കറക്റ്റ് ഡീറ്റെയിൽസ് ആണെങ്കിൽ മാത്രം അതിനെ ഡേറ്റാബേസിൽ പോയി എൻ്റർ ചെയ്യുക.
മനസ്സിലായോ? അപ്പോൾ ഇതിനെയാണ് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. വാട്ട് എവർ യു ആർ എൻറ്ററിങ് ടു ദ സൈറ്റ്, ആ സൈറ്റിൽ എൻ്റർ ചെയ്യപ്പെടുന്ന ഓരോ ഡേറ്റയും കെയർഫുള്ളായി എക്സാമിൻ ചെയ്ത് അത് കറക്റ്റ് ആണെങ്കിൽ ഡേറ്റാബേസിൽ പോയി സ്റ്റോർ ആവുക, തെറ്റാണെങ്കിൽ യൂസറിനെ ഇൻറ്റിമേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ്, ഇനി കൊമേഴ്സ് ആക്ടിവിറ്റീസിനും ഉപയോഗിക്കാം. കൊമേഴ്സ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പർച്ചേസ് ആൻഡ് സെയിൽസ് ആണ് ഉദ്ദേശം. നമ്മളെല്ലാവരും ഇപ്പോൾ ഗ്രോസറീസ് വാങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ഡ്രസ് ക്ലോത്തിങ്സ് വാങ്ങിക്കാനാണെങ്കിലും എന്തിനും ഏതിനും നമ്മളിപ്പോൾ ഓൺലൈൻ മീഡിയയെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ പാൻഡമിക് സിറ്റുവേഷൻ ആയപ്പോഴും അങ്ങനെ തന്നെ, ഇതിനു മുൻപും പല ആളുകളും പർച്ചേസിന് വേണ്ടി ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ഇതേപോലത്തെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഈബേ പോലത്തെ കൊമേഴ്സ് സൈറ്റുകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇതിലൂടെ അവരുടെ ക്രെഡൻഷ്യൽസായ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ കൊടുത്ത് ഓൺലൈൻ പർച്ചേസുകളാണ് ആളുകൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓൺലൈൻ പർച്ചേസുകൾ ചെയ്യുമ്പോൾ എല്ലാ വ്യക്തികളും അവരവരുടെ ക്രെഡൻഷ്യൽസ് അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാറുണ്ട് റിഗാർഡിംഗ് പേയ്മെൻറ്റ്. അതിലവരുടെ ATM പിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് ഉണ്ടാവാം, അക്കൗണ്ട് നമ്പർ ഉണ്ടാവാം, OTP ഉണ്ടാവാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ആ സൈറ്റിലേക്ക് എൻ്റർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു തേർഡ് പാർട്ടി ആക്സസ് ചെയ്യാതെ ഇതിനെയൊക്കെ കെയർഫുള്ളായി വളരെ കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കേണ്ടതും ആ സൈറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്ന ഇത്തരത്തിലെ ഓരോ ഇൻഫർമേഷനെയും അപ്പോൾ തന്നെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് വേണം ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ. പാസ്വേഡ്, യൂസർ ID ഇത്തരം കാര്യങ്ങളെല്ലാം നോർമൽ ഫോമിൽ തന്നെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ആയിരിക്കണം ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ പവർഫുൾ അൽഗോരിതംസ് ആവശ്യമാണ്, അല്ലെ എഫിഷ്യൻ്റ് അൽഗോരിതംസ് ആവശ്യമാണ്. തിരിച്ച് ഒരാൾ റിട്രീവ് ചെയ്യാൻ വരുമ്പോൾ നെക്സ്റ്റ് ടൈം ഒരാൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് യൂസർ IDയും പാസ്വേഡും കൊടുക്കുമ്പോൾ ഇപ്പോൾ എൻ്റർ ചെയ്ത പാസ്വേഡും ഡേറ്റാബേസിൽ നേരത്തെ ഉണ്ടായിരുന്ന പാസ്വേഡും ഒന്ന് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വീണ്ടും എൻക്രിപ്റ്റ് ചെയ്ത ഡേറ്റയെ ഒന്നുകൂടി എടുത്ത് ഡീക്രിപ്റ്റ് ചെയ്ത് ഇപ്പോഴത്തെ വാല്യൂവുമായി മാച്ച് ചെയ്ത് രണ്ടും ഒന്നാണോ എന്ന് ചെക്ക് ചെയ്യണം. മാച്ച് ആയാൽ പുള്ളിക്ക് ആക്സസ് പെർമിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ആക്സസ് റിജക്റ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ എഫിഷ്യൻ്റ് അൽഗോരിതംസ് ആവശ്യമാണ്. അപ്പോൾ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് പെർഫോം ചെയ്യാനും അല്ലെങ്കിൽ എൻക്രിപ്ഷൻസ് ചെയ്യാനും ഇതൊക്കെ തന്നെ നമുക്ക് എന്താവശ്യമാണ്, എഫിഷ്യൻ്റായ അൽഗോരിതംസ് ആവശ്യമാണ് അല്ലേ? പിന്നെ മറ്റൊരു സെക്ഷനാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ മാക്സിമൈസേഷൻ ആൻഡ് മിനിമൈസേഷൻ പ്രോബ്ലംസ്. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കമ്പനി, ആ കമ്പനിക്ക് കുറേ പുതിയതായിട്ടൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണെന്ന് കരുതുക. അവർ കുറേ പ്രോഡക്റ്റ്സ് ഇറക്കിയിട്ടുണ്ട് മാർക്കറ്റിൽ. ഈ പ്രോഡക്റ്റ്സിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാക്സിമം പ്രോഫിറ്റാണ്. അപ്പോൾ ഇതിനെ മാർക്കറ്റിൽ എത്തിച്ച് കഴിയുമ്പോൾ മാക്സിമം പ്രോഫിറ്റ് കിട്ടണം എന്നുള്ളത് അവരുടെ ടാർഗറ്റ്. പക്ഷേ അതിനുവേണ്ടി അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം, അതിനുവേണ്ടി കുറേ എക്സ്പെൻസുകൾ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ പ്രോഡക്റ്റ് എത്തിക്കുമ്പോൾ ജനങ്ങൾ ഇതിനെ അറിയാനായി ഇവർ അഡ്വർടൈസ്മെൻറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ ഇവർക്ക് കുറേ എക്സ്പെൻസുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ടേംസ് മനസ്സിലാക്കി, എക്സ്പെൻസും പ്രോഫിറ്റും. അപ്പോൾ ഇതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആവുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഇതൊരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ആവുന്നത് എങ്ങനെ? മിനിമം എക്സ്പെൻസ് ചെയ്യുമ്പോൾ മാക്സിമം പ്രോഫിറ്റ് കിട്ടണം. എൻ്റെ എക്സ്പെൻസ് മിനിമം ആയിരിക്കണം, പക്ഷേ എൻ്റെ പ്രോഫിറ്റ് മാക്സിമം ആയിരിക്കണം അല്ലേ? അപ്പോൾ ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എൻ്റെ ടാർഗറ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇൻ ടേംസ് ഓഫ് കോസ്റ്റാണ് ഞാൻ നോക്കുന്നതെങ്കിൽ മിനിമൈസേഷനാണ് എൻ്റെ പ്രോബ്ലം. അപ്പോൾ ഇത്തരത്തിലെ മാക്സിമൈസേഷൻ അല്ലെങ്കിൽ മിനിമൈസേഷൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും നമുക്ക് എന്താവശ്യമാണ്, എഫിഷ്യൻറ്റ് അൽഗോരിതംസ് ആവശ്യമാണ്. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ കാര്യം തന്നെ പറയാം. മിനിമം യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിസിറ്റിയുടെ എങ്ങനെ നമുക്ക് ചെയ്യാം? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യണം, പക്ഷേ മിനിമം യൂട്ടിലൈസേഷൻ ആയിരിക്കണം. പിന്നെ അപ്പം ഇങ്ങനെ ഏതൊരു റിസോഴ്സ് ആണെങ്കിലും അതിൻ്റെ യൂട്ടിലിറ്റി അനുസരിച്ച് ഒന്നുകിൽ അതിനെ മിനിമൈസ് ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ഇത്തരത്തിലെ മിനിമൈസേഷൻ അല്ലെങ്കിൽ മാക്സിമൈസേഷൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും നമുക്ക് അൽഗോരിതംസ് ആവശ്യമാണ്. അവിടെയും നമുക്ക് എഫിഷ്യൻ്റ് അൽഗോരിതംസ് ആണ് ആവശ്യം.
വേറൊരു എക്സാമ്പിൾ എടുക്കാം, ഷോർട്ടസ്റ്റ് പാത്ത്. ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു റോഡ് ട്രാൻസ്പോർട്ട്, റെയിൽ സിസ്റ്റം വഴിയോ അല്ലെങ്കിൽ റോഡ് സിസ്റ്റം വഴിയോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നൊരു കമ്പനി. ആ കമ്പനി സ്വന്തം പ്രോഡക്ട്സിനെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. അപ്പോൾ സ്വാഭാവികമായും റെയിൽ മീഡിയം ആണെങ്കിലും റോഡ് മീഡിയം ആണെങ്കിലും ആ പ്രോഡക്റ്റിനെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കണമെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ അവർ ശ്രദ്ധിക്കും. അപ്പോൾ ഒന്നിലധികം പാത്തുകൾ അവൈലബിൾ ആണ്. ഇതിൽ ഏത് പാത്തിലൂടെ പോയാൽ എത്രയും പെട്ടെന്ന് അവരുടെ പ്രോഡക്റ്റിനെ അവർക്ക് ത്രൂ റോഡ് അല്ലെങ്കിൽ റെയിൽ മിനിമം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ പറ്റുമോ എന്നാണ് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്നത് എന്താണ്? ഷോർട്ടസ്റ്റ് പാത്താണ് വേണ്ടുന്നത്, അല്ലേ? അപ്പോൾ ഷോർട്ടസ്റ്റ് പാത്തിന് ഒരുപാട് അൽഗോരിതംസ് അവൈലബിൾ ആണ്. അതിൽ ഏത് അൽഗോരിതം ഉപയോഗിച്ചാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് മാക്സിമം കമോഡിറ്റി ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക എന്നാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഇത്തരം റിയൽ ലൈഫ് സിറ്റുവേഷൻസിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അൽഗോരിതംസ് യൂസ് ചെയ്യാം. അപ്പോൾ എന്തിനൊക്കെ യൂസ് ചെയ്യാം? ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇതിന് മാത്രമല്ല, ഞാൻ പ്രധാനപ്പെട്ട ചില പോയിൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇൻ്റർനെറ്റിൽ സെർച്ച് ഓപ്പറേഷൻ ചെയ്യാനും ഹ്യൂജ് വോളിയൂം ഓഫ് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യാനും സ്റ്റോർ ചെയ്യപ്പെടുന്ന ഡേറ്റ ജെനുവിൻ ഡേറ്റയാണോ വാലിഡ് ഡേറ്റയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഡേറ്റ അനലൈസ് ചെയ്യേണ്ടി വരുന്നു. അതിനും കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് പെർഫോം ചെയ്യാനായി, അതായത് പർച്ചേസും സെയിൽസും ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എഫിഷ്യൻ്റ് അൽഗോരിതംസ് ആവശ്യമാണ്. നമ്മുടെ ഡേറ്റ ക്രെഡൻഷ്യൽസ് നമ്മളെപ്പോഴും കോൺഫിഡൻഷ്യലായി കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എഫിഷ്യൻ്റ് ക്രിപ്റ്റോഗ്രഫിക് അൽഗോരിതംസ് ആവശ്യമാണ്. എൻക്രിപ്ഷൻ അൽഗോരിതംസ് ആവശ്യമാണ്. ഡീക്രിപ്ഷൻ അൽഗോരിതംസ് ആവശ്യമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ പ്രൈവസി കീപ്പ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ ഒതൻറ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എഫിഷ്യൻസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനോ, അല്ലെങ്കിൽ റൂട്ടിംഗ് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കാര്യം തന്നെ എടുക്കാം. നമ്മളൊരു ഡേറ്റ ഒരാൾക്ക് മെയിൽ അയക്കുകയാണ്. ആ മെയിൽ അയക്കുമ്പോൾ ഒരേ സമയം ഒരുപാട് പേര് നെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായും റോഡിൽ ട്രാൻസ്പോർട്ട് ഉള്ളതുപോലെ തന്നെ നെറ്റിലും ട്രാഫിക് ഉണ്ടാകാം, അല്ലേ? ഒരുപാട് മെഷീനുകളിൽ നിന്ന് ഒരുപാട് യൂസേഴ്സ് ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നെറ്റ്വർക്കിൽ ട്രാഫിക്ക് വരാം. നെറ്റ്വർക്ക് ട്രാഫിക്ക് വരുമ്പോൾ അവിടെയും ഷോർട്ടസ്റ്റ് പാത്ത് ആവശ്യമാണ്. ഇതിൽ ഏത് പാത്തിലാണോ ഇപ്പോൾ ട്രാഫിക്ക് കുറവുള്ളത് അവിടെ കൂടെ നമ്മുടെ ഡേറ്റയെ റൂട്ട് ചെയ്ത് വിട്ടാൽ കറക്റ്റ് ടൈമിൽ ഡെസ്റ്റിനേഷനിൽ അതങ്ങ് കിട്ടും വിതൗട്ട് ഡിലേ. അപ്പോൾ റൂട്ടിംഗ് അൽഗോരിതംസിലും ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതംസിലും ഒക്കെ തന്നെ ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലംസിലും ഒക്കെ തന്നെ നമുക്ക് അൽഗോരിതംസ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് അൽഗോരിതംസ്. സോ അൽഗോരിതംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിലും പല സന്ദർഭങ്ങളിലും പല ഏരിയാസിലും ഓൾമോസ്റ്റ് ഓൾ ഏരിയാസിൽ നമ്മൾ ഇന്ന് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അൽഗോരിതംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒക്കെ തന്നെ നമുക്കൊരു ഷാർപ്പ് ആൻഡ് ബ്രില്യൻറ്റ് എക്സിക്യൂഷൻ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ആക്യുറേറ്റ് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു അൽഗോരിതം വേണം. ഓക്കെ, so this is all about role of algorithms in computing. Hope you understood the concept.